ബംഗാളിലെ വോട്ടുകൊള്ള ആരോപണത്തിനു പിന്നാലെ ടിഎംസി കോൺഗ്രസ് ചർച്ച. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുമായി ഫോണിൽ സംസാരിച്ചു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. അരവിന്ദ്, തെരഞ്ഞെടുപ്പ് അട്ടിമറി നേരത്തെ തന്നെ മമതാ ബാനർജി ഉൾപ്പെടെ പറഞ്ഞതാണ്. 100ഓളം സീറ്റുകൾ ഇത്തരത്തിൽ കൊള്ള നടത്തിയെന്ന് കൂടിയുള്ള ആരോപണം മമതാ ബാനർജി ഉന്നയിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭാഷണം നടക്കുന്നത്. എന്തൊക്കെയാണ് ചർച്ചയിൽ ഉൾപ്പെടുത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? അസ്മീതി, ബംഗാളിൽ BJPയുടെ വിജയത്തെ ചൊല്ലി വലിയ വിമർശനം തൃണമൂൽ കോൺഗ്രസ് ഉയർത്തുകയാണ്. പ്രധാനമായും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചു. പ്രധാനമായും 100 സീറ്റുകൾ അടക്കം BJP മോഷണം നടത്തി വോട്ടുകൊള്ള നടത്തിയെന്ന ആരോപണമാണ് തൃണമൂൽ കോൺഗ്രസ് ഉയർത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ തൃണമൂൽ കോൺഗ്രസിനെ രാഹുൽ ഗാന്ധി പിന്തുണച്ചിരുന്നു. മമതാ ബാനർജി അടക്കം ഇക്കാര്യം നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അല്പസമയം മുമ്പാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുമായി ഫോണിൽ സംസാരിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം, അതുപോലെ തന്നെ എങ്ങനെ ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായി എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇന്ന് തന്നെ ഈ ചില മമതാ ബാനർജിയുടെ പരാജയത്തെ കളിയാക്കി അല്ലെങ്കിൽ പരിഹസിച്ച കോൺഗ്രസ് നേതാക്കൾക്കും ഒരു താക്കീത് രാഹുൽ ഗാന്ധി നൽകിയിരുന്നു. ഇത് ഒരു സംസ്ഥാനത്തിന്റെയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെയോ കാര്യമല്ല, മറിച്ച് രാജ്യത്തിനെ തന്നെ ബാധിക്കുന്ന വിഷയമെന്നതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. കൃത്യമായി ഇതിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നൊരു സന്ദേശം കൂടി നേരത്തെ രാഹുൽ ഗാന്ധി നൽകിയിരുന്നു. എന്തായാലും ഇതിന് പിന്നാലെയാണ് അഭിഷേക് ബാനർജിയുമായി ഇപ്പോൾ ഫോണിൽ സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ആരോപണത്തെ ദേശീയ തലത്തിലടക്കം ഉയർത്തുവാൻ തന്നെയാണ് പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, എന്തായാലും ബംഗാളിലെ വോട്ടുകൊള്ള ആരോപണം തുടരെ അങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.